ആണാ? ഏതായാലും എത്ര മണിക്ക് ട്രെയിന്? 1 മണിക്കാ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം താ ഇങ്ങോട്ട് വന്നിട്ട് പോ. ചുമ്മാ വന്നൊരു ചായ കുടിച്ചിട്ട് പോവാന്ന്. ആ ആരല്ലേ ആടോ? ഓ പിന്നെ 1 മണിക്ക് ട്രെയിൻ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആ അങ്ങോട്ട് പോവാ. ഞാൻ ഒരു 12 ആകുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാം. ചുമ്മാ ഡിമാൻഡ് ആണെങ്കിലേ. പിന്നെ നല്ല സൂപ്പർ പോഞ്ചുള്ള തരും അല്ലേ? വേണ്ട കട്ടൻ ചായ? ആ ഓ ശരി ശരി ശരി. താ പിന്നെ അങ്ങ് അത്ര ഡിമാൻഡ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ, വരണ്ട. ആ ശരി. വിളിക്കുമ്പോ ഭയങ്കര ഡിമാൻഡാണ്. யாருடா? மெர்லினா? ഓ തന്നെ തന്നെ. எப்ப வருவாடா? മെർലിൻ എപ്പോ വരും എപ്പോ പോകുന്നു ദൈവത്തിന് പോലും അറിഞ്ഞൂടെ എന്റെ പൊന്നു കനകാന്റി. ആ അമ്മൂമ്മ പറയണത് കറക്റ്റാണ് കേട്ടോ. അവളുടെ കാര്യം ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഇങ്ങോട്ടോ അങ്ങോട്ടോ, ഇങ്ങോട്ടോ അങ്ങോട്ടോ. ഇങ്ങോട്ട് വീണാ നമുക്ക് കിട്ടും, അങ്ങോട്ട് വീണാ ആർക്കോ കൊണ്ടുപോയി. எந்த தேங்காடா? படவலத்துல தேங்காவா? കനകാന്റി ദൈവമേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടാ. ചില സമയം താങ്കളെ കാണുമ്പോൾ വളരെ ബുദ്ധിമതിയായി തോന്നപ്പെടും. പക്ഷെ ചില സമയം 5 പൈസയുടെ വിവരം ഇല്ലാത്തോണ്ട് തോന്നും. ശരിക്കും ആരാണ് താങ്കൾ? ഹൂ ആർ യു? അല്ലെങ്കിൽ എന്താണ് താങ്കൾ? വാട്ട് ആർ യു? My name is Kanagam. My father's name is R. Chokkalingam. My mother's name is MP Nalla Selvamal. നൈസ് ടു മീറ്റ് യു. Thank you. അങ്ങനെ അതിനകത്തോട്ട് പോകും. ലക്ഷം എവിടെ പോണ്? ചെമ്പുമുക്ക് വരെ പോന്നു. ചെമ്പോക്കിന് എന്തൊരു? எனக்கு தெரியுமே, സ്റ്റിച്ചിങ് பண்ண കൊടുക്കത്താനേ. അതെ ആന്റി, 2-3 ബ്ലൗസിന്റെ മെറ്റീരിയൽ എടുക്കണം. എന്നിട്ട് അതുവഴി ബ്ലൗസ് തയ്ക്കാനും കൊടുക്കണം. എതുക്ക് ലച്ചു പുതു ബ്ലൗസ്? ഫ്രണ്ട്സിന്റെ കല്യാണം വരുന്നുണ്ട്. അപ്പൊ പിന്നെ സാരിയൊക്കെ കൊടുത്ത് ചെത്തായിട്ട് പോണ്ടേ. കല്യാണോ ചേച്ചി? എവിടെ? കല്യാണത്തിന് സദ്യ ഇല്ല. ഫ്രണ്ട്സിന്റെ 2-3 കല്യാണം വരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 3-4 കല്യാണത്തിന് സദ്യ ഇല്ല? ഇല്ല, സദ്യ ഇല്ല. ആന്റി ഞാൻ പോയിട്ട് വരാവേ. ആ പിന്നെ സിദ്ധു പുറത്തു പോയേക്കുക. സിദ്ധു വരുമ്പോഴത്തേക്കും പറഞ്ഞോട്ടോ ഞാൻ പുറത്തു പോയിന്ന്. ഓ சொல்றேன். ചേച്ചി കല്യാണത്തിനായിട്ട് നമുക്ക് സംസാരിക്കണേ. പോടാ അവിടെ നിന്ന്. അയ്യോ കനകാന്റി സാപ്പിടുறதுக்கு ஏதாவது இருக்கா? இருக்குடா. എന്നാ ഞാനും വരാം. വാ. ഓക്കെ, സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷെ സാർ എന്റെ അവസ്ഥ കൊടുത്ത് മനസ്സിലാക്ക്. സാറേ, ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ലീവിന് വരുന്നതിന് മുമ്പ് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള എല്ലാ ടാസ്കുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തതാ. അസൈൻമെന്റും ആണല്ലോ. അതുപോലെ 3 മീറ്റിംഗും അതിന്റെ കൺഫർമേഷനും ഡീലും കൺഫേം ആക്കിയതാണ്. അതും ക്ലിയർ ആണല്ലോ സാറിന്? ആ പിന്നെ ഇത് വല്ലവരും കയറി കുളവാക്കിയതിന് സാർ എന്തിനാ എന്നെ ബ്ലെയിം ചെയ്യുന്നേ? അല്ലെങ്കിൽ തന്നെ സാറിന് അർബാബിന് ഉള്ളതാ വല്ലവരും ചെയ്ത് തെറ്റിന് എന്നെ ബ്ലെയിം ചെയ്യുന്നത്. ഇനി അത് പറ്റത്തില്ല. എങ്ങനെ ഇറസ്പോൺസിബിൾ? ഞാനും ഇറസ്പോൺസിബിൾ അല്ലേ സാറേ? സാറ് തന്നെ ഇത് പറയണം. കൊള്ളാം. ഹലോ, കട്ടാക്കിട്ട് പോയി. ആര്? സിദ്ധു ജിയമാണോ? ആ കട്ടാക്കിയതായിരിക്കൂല, കട്ടായി പോയതായിരിക്കും സിദ്ധു. കട്ടായി പോയതൊന്നുമല്ല, ഇത് മനഃപൂർവ്വം കട്ടാക്കിയത്. നമ്മളെ ദുബായ് കിടന്ന് എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാലും അപ്രീഷിയേറ്റ് ചെയ്യാത്ത ടീമാണ് അവിടെ ഉള്ളത്. എനിക്ക് മടുത്തു. വെറുതെ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ബ്ലെയിം കേൾക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? ഭയങ്കര സീരിയസ് ആണല്ലോ. എന്ത് സീരിയസ്? ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. ഞാനേ വർക്ക് ചെയ്യുന്ന കമ്പനിയില്ലേ ദുബായില്, ഞങ്ങളുടെ കമ്പനിയും വേറെ ഒരു 3 കമ്പനിയും തമ്മിലുള്ള ഒരു ഡീല് കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ആക്കിയതായിരുന്നു. ഇപ്പൊ ഇവിടെ നാട്ടിലേക്ക് വന്ന ശേഷം അവിടെ വേറെ ഏതോ ഒരുത്തിന് ഇതിന്റെ പുറകിൽ കയറി പണിത് മൊത്തം കുളവാക്കി. ഇപ്പൊ അവിടെ ഉള്ളവർ പറയുന്നത്, പ്രത്യേകിച്ച് അർബാബും ജിയമൊക്കെ പറയുന്നത്, ആ കഴുത ഇതെല്ലാം കുളവാക്കിയിട്ട് നാട്ടിൽ പോയിരുന്ന സുഖിക്കുകയാണെന്ന്. ഏത് കഴുത? അളിയൻ കഴുത അല്ലടേ. അളിയങ്ങനെ പെട്ടെന്ന് അളിയന്റെ അറബാബു കഴുത എന്ന് പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഞാൻ പിന്നെ അളിയന്റെ കഴുത അത്തോടെ ഞാൻ അളിയന്റെ കഴുത എന്ന് വിളിച്ചല്ലേ. അല്ല പിന്നെ അളിയൻ കഴുത ജസ്റ്റ് ഒരു ഫ്ലോയിൽ പറഞ്ഞാണ്. അളിയെന്ന് വിളിച്ച് ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാലേ എന്റെ അർബാബ് ഉണ്ടല്ലോ ബോസ്, അയാളാണ് കോറ് കഴുത. അറിയാൻ മേലാത്ത കുറെ ബിസിനസ് പുള്ളി അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇത് രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാർ അവിടെ പോയി പണിയെടുക്കും. പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പഴിയും കേൾക്കും. അൺസഹിക്കബിൾ അടാ, വയ്യ, മടുത്തു. സിദ്ധു അതെല്ലാം വിട്. ഉനക്ക് സ്ട്രോങ്ങാ ഞാൻ ടീ എടുക്കട്ടാ? എനിക്ക് വേണ്ട. இதோ ரொம்ப டென்ஷன்ல இருக்கல. எனக்கு தெரியும் நீ டென்ஷன்ல இருந்தாலே டீயும் குடிக்க மாட்டான், சாப்பாடும் சாப்பிட மாட்டான். സത്യം പറഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് ദുബായില്. മര്യാദക്ക് ഒന്ന് ആഹാരം കഴിക്കാനോ ശരീരം നോക്കാനും പറ്റത്തില്ല. മടുത്ത്. ഞാൻ നിർത്തിയാലൊന്ന് ആലോചിക്കുക.
അല്ല മോനെ, ഇതുപോലൊരു ജോലിയൊക്കെ കിട്ടാൻ പ്രയാസമല്ലേ? പോരാത്തതിന് മോൻ പറഞ്ഞില്ലേ മോന് പ്രൊമോഷൻ ഒക്കെ കിട്ടിയെന്ന്. എന്നും പറഞ്ഞിട്ട് ദുബായിൽ നമ്മുടെ ജീവിതം അങ്ങ് ഹോമിച്ച് കളയാൻ പറ്റും. ഞാൻ നിർത്തുക. സിദ്ധു സീരിയസ് ആയിട്ട് പറയണോ? അതെ അമ്മായി, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അല്ല, ഒരു കണക്കിന് മോൻ പറഞ്ഞത് ശരിയാ. മനസമാധാനം ഇല്ലാതെ ജോലി ചെയ്തിട്ട് എന്തിനാ? മനുഷ്യർക്ക് മനസമാധാനമല്ലേ വേണ്ടുന്നത്? വരുമാനം മുട്ടിക്കഴിഞ്ഞാലേ മനസ്സമാധാനം അങ്ങ് പോവും. വരുമാനം ഇപ്പൊ നാട്ടിലായാലും ഉണ്ടാകല്ലോ അല്ലേ? അളിയൻ പോകുന്നില്ലെങ്കിൽ അടിപൊളിയായിരിക്കും. அதான் நல்லது. சித்து நீ போகா வரு, அப்பதான் நாங்க எல்லாரும் ஹாப்பி. അളിയോ, ഒന്നാലോചിക്കുമ്പോഴത്തേക്കും ഇതിന് പറഞ്ഞാലും കാര്യമുണ്ട്. അവിടെ കിടന്ന് കൊറേ കഷ്ടപ്പെട്ടതല്ലേ. ഇനിയിപ്പൊ നിർത്ത്, നമുക്ക് ഇവിടെ കൂടാം. ജംഗ്ഷനിൽ പോയേക്കുന്നു. അളിയൻ പോകുന്നില്ലെന്ന് ഉറപ്പായ? അളിയൻ പോകുന്നില്ലെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തൊരു ചൂട്. ചേച്ചി, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത? എന്ത്? അളിയൻ ഇനി പോകുന്നില്ല. എന്തോന്ന് വെച്ചേ? ഡ്രം റോളേ? അല്ല, അവരെവിടെ 3 മണിക്ക് വൈക്കത്ത് പോണെന്ന് പറഞ്ഞിട്ട്? അതല്ല, അളിയൻ ഇനി ഗൾഫിലോട്ട് പോകുന്നില്ല. അതാ ലീവ് നീട്ടി കിട്ടിയാ? അതല്ല ചേച്ചി, അളിയൻ ഇനി എന്നേക്കുമായി ഗൾഫിലേക്ക് പോകുന്നില്ല. പോണില്ലെന്നാ? അല്ല, അതെങ്ങനെ ശരിയാവും? ഹാപ്പി നോ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം? പെട്ടെന്നൊന്നും അല്ല. നേരത്തെ ഉണ്ടല്ലോ അളിയന്റെ ജിയം വിളിച്ചായിരുന്നു ഗൾഫിൽ നിന്ന്. ഒയ്യോ, അങ്ങേര് കൊടുക്കാത്ത ഷോ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി. അത് പോട്ട്. അത് മാത്രമല്ല, അളിയൻ അർബാബ് പറയാ അളിയന്റെ കഴുതയാന്ന്. നിന്നെ കഴുതയെന്ന് വിളിച്ചാ? അത് മാത്രമല്ല, ബാക്കി കേക്ക്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ പാവിന്റെ അളിയന് വല്ലാത്ത മാനസിക സമ്മർദ്ദമായി. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ അളിയനും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് യോജിച്ചൊരു ഡിസിഷൻ എടുത്തു. അളിയൻ തിരിച്ചു പോകുന്നില്ല. സിമ്പിൾ. ശരിക്കും അവിടെ എന്താണ് പ്രശ്നം? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ലീവിന് വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ കമ്പനിയും വേറൊരു 3 കമ്പനിയും തമ്മിൽ ഒരു വലിയ ഡീല് ഫിക്സ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ലീവിന് ഇവിടെ എത്തിയ ശേഷം അത് വേറെ ആരോ ഹാൻഡിൽ ചെയ്ത് അത് മൊത്തം കുളവാക്കി. ഇപ്പൊ അർബാബും ചെയ്യുമ്പോൾ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കലിപ്പിൽ എന്നെ എന്തൊക്കെയോ വിളിച്ചു പറയും. അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. കമ്പനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവസാന നിമിഷത്തിൽ കറിവേപ്പില പോലെ എടുത്ത് എറിയുവാന്ന് പറഞ്ഞ അപ്പൊ നിന്റെ അടുത്ത് കളഞ്ഞ അവിടെന്ന്? കളഞ്ഞില്ല. പക്ഷെ ഈ പോക്കാണെങ്കിൽ അധികം വൈകാണ്ടെടുത്ത് കളയും. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് റിസൈൻ ചെയ്യണം. അതാണ് മാസ്. ആ മാസ് എന്റെ ചെയ്യും. ഇല്ലല്ലയാ? அது மட்டுமா? அந்த ஆள் உனக்கு லீவே கொடுக்கல. 5 வருஷம் முடிச்சுட்டு தானே நீங்க வந்த. அது நினைச்சு நினைச்சு என்னோட லட்சம் எவ்வளவு வாட்டி அழுதிருக்கா. അതിപ്പോ സ്വാഭാവികമല്ലേ ആന്റി? അത് മാത്രമല്ലെന്നേ, ഗൾഫിൽ പല മേഖലയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നവരെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പറഞ്ഞു വിട്ടോണ്ടിരിക്കുകയല്ലേ. അതും തൊഴിൽ നിയമങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ. ആ അറബാബുവിനോടൊക്കെ ദൈവം ചോദിച്ചോളൂ. അതൊക്കെ ശരിയാണ്, സമ്മതിച്ച്. പക്ഷെ ഇവന്റെ കമ്പനിയിൽ നിന്നും കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടിട്ടും ഇവനെ പറഞ്ഞു വിട്ടില്ലല്ലോ അമ്മൂമ്മേ. മാത്രല്ല പ്രമോഷനും കൊടുത്ത്. അപ്പോ നമ്മളിങ്ങനെ എടുത്തിയാടി തീരുമാനിക്കുന്നത് മോശമല്ലേ? സത്യം പറഞ്ഞ ലച്ചു, എനിക്ക് ദുബായ് ലൈഫ് മടുത്തു. നമ്മുടെ കല്ലൂസും പാറൂസും ഒക്കെ നമ്മുടെ കൺമുന്നിൽ വളരുന്നത് കാണാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ ഭാഗ്യമൊക്കെ ദുബായ് പോയി കഴിഞ്ഞാൽ കിട്ടുമോ? അത് മോൻ പറഞ്ഞത് ശരിയാ. അച്ഛന് അച്ഛൻ തന്നെ വേണം, അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. ലച്ച്, സന്തോഷായില്ലേ? ചേച്ചി, ഞാൻ ഒരു സത്യം പറയട്ടെ? എന്താ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അളിയൻ ഇനി തിരിച്ചു പോകണ്ടാന്ന്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. அது அப்படிதான். சின்ன குழந்தைங்க பிரார்த்தனை செஞ்சா கடவுள் சீக்கிரம் கேட்பாரு. എന്റെ ചേച്ചിയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ചേച്ചി, ഞാൻ വേറെന്തെങ്കിലും പ്രാർത്ഥിക്കണോ? മക്കൾ ഇത്രയും പ്രാർത്ഥിച്ച അളിയന്റെ പോക്ക് മുടക്കി തന്നല്ലോ, സന്തോഷമുണ്ട്. സിദ്ധു, നീ നിന്റെ ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോഴേ അവിടെ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും.
ആനുകൂല്യങ്ങൾ കിട്ടാൻ നമുക്ക് ശ്രമിക്കാം. ഇനിയിപ്പോ അവര് തന്നില്ലെങ്കിൽ നമുക്കതങ്ങ് മറക്കാം. ആ അതാണല്ലേ കറക്റ്റ്. ലൈഫിൽ വലിയ വലിയ സന്തോഷങ്ങൾ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് കളയണം, അങ്ങ് പോട്ടത്. മക്കളെ ഏതൊരു കൂട്ടുകാരിനെ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പോണില്ലേ? എവിടെ പോണ? ഏത് കൂട്ടുകാരി? എന്റെ അളിയൻ ഗൾഫിൽ പോകേണ്ട ഇവിടെ നിൽക്കുമ്പോ ഞാൻ എവിടെ പോവാൻ? It's time to party, അളിയാ. Okay, silence please. ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതിനെ പറ്റി ചിന്തിക്കണം. എന്ത് കാര്യം? അല്ല, മുന്നോട്ടുള്ള എന്ത് കാര്യം? അല്ല, വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. സിദ്ധുവിന്റെ ഷെയർ കിടപ്പുണ്ട്. പോരാത്തതിന് സിദ്ധു സ്ഥലമൊക്കെ മേടിച്ചിട്ടില്ലേ, പിന്നെന്താ? അല്ല, അതില് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. സോ വാട്ട്? ഈ വീടിന്റെ ഷെയർ ചേച്ചിയുടെ പേരിലല്ലേ? പിന്നെന്ത്? പിന്നെ ലച്ചു പടവലത്തിന് ഷെയർ കിട്ടൂലേ? നമുക്കേ കിട്ടണല്ല, ലച്ചുവിനെങ്കിലും കിട്ടട്ടെ. അതെന്തൊരു വർത്തമാനോ ഗൗരി പറഞ്ഞത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞില്ല. ആ, சிது நீ இங்கே போக வேண்டாம், இங்கே இரு. அதான் எங்களுக்கு எல்லாருக்கும் சந்தோஷம். അത് തന്നെ, ഉള്ള സ്വത്തൊക്കെ വിറ്റ് തൊലച്ച് നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം. ചേച്ചി എന്ത് വർത്താനോ അത്? അളിയാ ടെൻഷൻ അടിക്കണ്ട അളിയാ. ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യത്തിന് പൈസ അടക്കുമല്ലേ, പിന്നെ എന്തിനു ടെൻഷൻ? നിനക്ക് ചെന്നൈ പോവാറായില്ലേ? എന്റെ അളിയൻ ഗൾഫിൽ പോകണ്ടെങ്കിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എവിടെ ചെന്നൈ പോവാൻ? അതുകൊണ്ട് ഞാൻ എന്റെ ചെന്നൈ പോക്ക് 2 ദിവസത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നു. അളിയാ, നമ്മളിത് പൊളിക്കാം.